നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 14. അപ്പോൾ നമ്മളിന്ന് ശ്രീരാമ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈവസ്വത മനുവിൻ്റെ മകനായ ഇക്ഷ്വാകുവിൽ നിന്നാണ് സൂര്യവംശം ഉണ്ടായിട്ടുള്ളത്. ചന്ദ്രപുത്രനായ ബുധനിൽ നിന്ന് ചന്ദ്രവംശം ഉണ്ടായതുപോലെ സൂര്യപുത്രനായ വൈവസ്വത മനുവിൽ നിന്നും സൂര്യവംശവും ഉത്ഭവിച്ചു. അപ്പോൾ മനുപുത്രനായ ഇക്ഷ്വാകുവാണ് ആദ്യത്തെ സൂര്യവംശ രാജാവ്. ഇക്ഷ്വാകു, കാകുൽസ്ഥൻ, നിമി, അംബരീഷൻ, മാന്ധാതാവ്, ഹരിശ്ചന്ദ്രൻ, ത്രിശങ്കു, ദിലീപൻ, സഗരൻ, ഭഗീരഥൻ, ഋതുപർണൻ, ഖഡ്വാങ്കൻ, രഘു, അജൻ, ദശരഥൻ എന്നു തുടങ്ങിയ മഹാരഥന്മാരായിരുന്നു ഈ സൂര്യവംശ രാജാക്കന്മാരായിട്ടുള്ള ഇവരൊക്കെ. അവരുടെ രാജസ്ഥാനം അയോധ്യ എന്ന നഗരിയായിരുന്നു. അജന്റെ ആത്മജനാണ് ദശരഥൻ. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് നേമി എന്നായിരുന്നു. അപ്പോൾ ഒരിക്കൽ ദേവേന്ദ്രനെ സഹായിക്കാനായിട്ട് അദ്ദേഹം ശംബരൻ എന്ന അസുരനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഷ്ടദിക്കുകളിലും ആകാശത്തിലും ഭൂമിയിലുമായിട്ട് ഇങ്ങനെ 10 ദിശകളിലും ഒരേ സമയത്ത് തൻ്റെ രഥം ഓടിച്ച് അസുരനെ നിഗ്രഹിച്ചതുകൊണ്ട് നമ്മുടെ അമരനാഥൻ ബഹുമാന പുരസ്സരം നേമിക്ക് നൽകിയ പേരാണ് ദശരഥൻ എന്നത്. ദശരഥന് 3 പത്നിമാരുണ്ടായിരുന്നു. കോസല രാജപുത്രിയായ കൗസല്യ, കേകയ രാജകന്യകയായ കൈകേയി, കാശി രാജനന്ദിനിയായ സുമിത്ര. അപ്പോൾ ഈ പത്നിമാരിൽ കൗസല്യയിൽ അദ്ദേഹത്തിനൊരു പെൺകുട്ടി ഉണ്ടായി. അവൾക്ക് ശാന്ത എന്നാണ് പേരിട്ടത്. അപ്പോൾ തൻ്റെ ബന്ധുവും സുഹൃത്തുമായിരുന്ന ലോമപാതൻ എന്ന അംഗരാജാവിന് ദത്തുപുത്രിയായിട്ട് ശാന്തയെ ദശരഥൻ ദാനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ യൗവനമായപ്പോൾ ആ ശാന്തയെ വിഭണ്ഡക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഗൻ എന്ന മുനിയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ അവൾ മുനിപത്നിയായി തീർന്നു. പിന്നെ ദശരഥന് അങ്ങനെ മക്കളൊന്നും ഇല്ലാതെ അങ്ങനെ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഋഷ്യശൃംഗനെ കൊണ്ട് തന്നെ ശ്രേഷ്ഠമായ പുത്രകാമേഷ്ടി നടത്തിച്ചു. അപ്പം യാഗകുണ്ഡത്തിൽ നിന്നും ലഭിച്ച പായസം ദശരഥൻ കൗസല്യയ്ക്കും കൈകേയിക്കുമായിട്ടാണ് അങ്ങ് വീതിച്ചു കൊടുത്തു. പകുതി വീതം അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? തങ്ങളുടെ പകുതി വീതം സുമിത്രയ്ക്കും കൊടുത്തു. ഇനി പായസം കുടിച്ചു കഴിഞ്ഞുള്ള കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ ശാപഗ്രസ്തരായ ജയവിജയന്മാർ ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരായി അസുരവംശത്തിൽ കശ്യപപുത്രന്മാരായി പിറന്ന് മഹാവിഷ്ണുവിൻ്റെ കയ്യാലും മരണമടഞ്ഞു. അപ്പോൾ നരസിംഹമായും വരാഹമായും അവതരിച്ചാണ് ഭഗവാൻ അവരെ നിധനം ചെയ്തത്. അവരുടെ ആദ്യത്തെ ജന്മം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമതായി അവർ പുലസ്ത്യ മഹർഷി പുലസ്ത്യൻ്റെ പുത്രനായ വിശ്രവസു മുനിയുടെ മക്കളായിട്ട് കൈകസി എന്ന രാക്ഷസ സ്ത്രീയിൽ രാവണൻ എന്നും കുംഭകർണൻ എന്നുമുള്ള പേരിൽ ജന്മം സ്വീകരിച്ചു. അവർ താർമകനെ തപസ് ചെയ്ത് വലിയ വരബലവും കായബലവും സമ്പാദിച്ച് പിന്നെ അവർ ലോകപീഡനം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ 10 തലകളോടുകൂടിയ രാവണൻ ത്രിലോകങ്ങളെയും ജയിച്ചു. അഷ്ടദിക്പാലകന്മാരെ കീഴടക്കി. രാവണപുത്രനായ മേഘനാഥനാണെങ്കിലോ ഇന്ദ്രനെ ബന്ധിച്ച് രാക്ഷസ രാജധാനിയായ ലങ്കയിൽ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവരെ കൊണ്ട് ലോകത്തിന് വല്ലാത്ത ശല്യമായി തീർന്നു. അപ്പോൾ മയൻ്റെ പുത്രിയായ മണ്ഡോദരിയായിരുന്നു രാവണൻ്റെ പത്നി. അപ്പം അതിനിടയിൽ കൈലാസമാമലയിൽ പോയി അവിടെ തപസ് ചെയ്ത് 20 കൈകൾ കൊണ്ടും പർവ്വതം എടുത്തു പൊക്കി പരമശിവനെയും പ്രീതിപ്പെടുത്തി. എന്നിട്ട് ചന്ദ്രഹാസം എന്ന വിശിഷ്ടമായ ഖഡ്ഗവും രാവണൻ പനിമതി ചൂടനിൽ നിന്നും കരസ്ഥമാക്കി. അപ്പോൾ ജ്യേഷ്ഠനായ വൈശ്രവണനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പുഷ്പകം എന്ന പുഷ്കര വിമാനവും ഈ ദശാസ്യൻ കൈവശപ്പെടുത്തി. അങ്ങനെ ദിഗ്വിജയത്തിനിടയിൽ അമിത ബലശാലിയായ ബാലിയെ വാനരാധിപനായ സുഹൃത്തായും അങ്ങനെ ഈ ബാലിയെ രാവണൻ തൻ്റെ സുഹൃത്തായിട്ടും സ്വീകരിച്ചു. കാരണം അവൻ അമിത ബലശാലിയാണ്. അതുകൊണ്ട് എന്തിനു പറയണോ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ത്രിഭുവനത്തിലും ഈ ദശകണ്ഠ രാവണനെ ജയിക്കാൻ ആരുമില്ലെന്നുള്ള മട്ടായി.
ദുഷ്ടന്മാരെ കൊണ്ടുള്ള ഭാരവും ഭൂമിദേവിക്ക് വർദ്ധിച്ചു. അപ്പം ആ അവസരത്തിൽ രാവണ കുംഭകർണാദി രാക്ഷസ പരീക്ഷകളെ നിഗ്രഹിച്ച് ലോകക്ഷേമം വരുത്തുവാൻ വേണ്ടിയിട്ട് ലോകരക്ഷകനായ വിഷ്ണു ഭഗവാൻ മനുഷ്യനായി അവതരിക്കുവാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് ദശരഥ പത്നിമാരെ പായസം കുടിച്ചതിൻ്റെ ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. പായസം ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ദശരഥ പത്നിയായ കൗസല്യ മേടമാസത്തിൽ നവമിയും പുണർദവും ചേർന്ന ദിവസം ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അടുത്ത ദിവസം കൈകേയിയും ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതിനടുത്ത ദിവസം സുമിത്ര ഇരട്ടയായി 2 ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അപ്പോൾ സപത്നികളായ 2 പേര് നൽകിയ പായസത്തിൻ്റെ പങ്ക് കഴിച്ചതുകൊണ്ടാണ് സുമിത്രയ്ക്ക് 2 നന്ദന്മാര് ഉണ്ടായത്. രാവണനെ കൊല്ലാനായിട്ട് ലോകരക്ഷകനായ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. 4 തനയന്മാർ തനിക്കുണ്ടായതിനാൽ ആനന്ദത്തോടുകൂടി ദശരഥൻ ദാനധർമാദി പല സൽക്കർമ്മങ്ങളും നടത്തി. കുലഗുരുവായ വസിഷ്ഠൻ കൗസല്യപുത്രന് രാമനെന്നും കൈകേയി സൂനുവിന് ഭരതനെന്നും സുമിത്രാസുതന്മാർക്ക് യഥാക്രമം ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും പേര് 4 പേരും കൗമാരപ്രായത്തിലെത്തി. അപ്പോൾ വസിഷ്ഠനാണ് അവർക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ നൽകിയത്. രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും തമ്മിലായിരുന്നു കൂട്ട്. ലക്ഷ്മണൻ അനന്താംശം കൊണ്ടും ഭരത ശത്രുഘ്നന്മാര് ഭഗവാന്റെ ശംഖ ചക്ര ഗദാപത്മങ്ങളുടെ അംശം കൊണ്ടുമാണ് അവതീർണരായത്. വിശ്വാമിത്ര മഹർഷി ഒരിക്കൽ രാജധാനിയിൽ വന്നു. അപ്പോൾ ഈ ദുഷ്ടന്മാരായ രാക്ഷസന്മാര് താൻ നടത്തുന്ന യാഗം മുടക്കുകയാണ്. അപ്പോൾ അവരെ കൊല്ലാൻ രാമനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് കുമാരനെ തൻ്റെ കൂടെ അയക്കണമെന്ന് അദ്ദേഹം ദശരഥനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മഹർഷിയുടെ ശാപം ഭയന്നാണ് ദശരഥൻ രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞു വിടുന്നു. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. രാമൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ രാമനെ ഇങ്ങനെ വലിയ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക, അതിനായിട്ട് പറഞ്ഞു വിടാൻ ദശരഥന് വല്ലാത്ത വിഷമം തോന്നി. എന്നാലും മഹർഷി ശപിച്ചെങ്കിലോ എന്ന് പേടിച്ച് ആ കൂടെ പറഞ്ഞു വിട്ടു. അങ്ങനെ രാമനും ലക്ഷ്മണനും കൂടി മഹർഷിയുടെ കൂടെ യാത്രയായി. വനത്തിൽ വെച്ച് താടക എന്നൊരു ഭയങ്കര രാക്ഷസിയെ രാമൻ വധിച്ചു. അതിനുശേഷം യാഗം മുടക്കിക്കൊണ്ടിരുന്ന മാരിജ സുബാഹുക്കളിൽ സുബാഹുവിനെ നിഗ്രഹിച്ചു. അപ്പോൾ മാരിജൻ ഭയപ്പെട്ട് ഓടി സമുദ്രത്തിൽ പോയി ഒളിച്ചു. അങ്ങനെ വിശ്വാമിത്രൻ സന്തോഷിച്ച് പല ദിവ്യാസ്ത്ര വിദ്യകളും രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ യാഗമൊക്കെ കഴിഞ്ഞു, എല്ലാം ഭംഗിയായി കഴിഞ്ഞപ്പോൾ രാജകുമാരന്മാരെയും കൂട്ടി വിശ്വാമിത്രൻ ജനക രാജകൊട്ടാരത്തിലേക്ക് ആണ് പോയത്. അവിടെ ജനക മഹീപതിയുടെ പുത്രിയായ സീതയുടെ സ്വയംവരത്തിനുള്ള പന്തയ പരീക്ഷണങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ത്രയംബകം എന്ന ശൈവചാപം ഭഞ്ജനം ചെയ്യുന്ന രാജപുങ്കവനായിരിക്കും സീതയുടെ ഭർത്താവ്. അതായിരുന്നു പന്തയം. പല രാജാക്കന്മാരും വന്ന് പരീക്ഷിച്ചു പരാജയപ്പെട്ട് നിരാശരായി മടങ്ങിപ്പോയിരിക്കുന്ന സമയത്താണ് രാമനും ലക്ഷ്മണനും മഹർഷിയോടൊത്ത് അവിടെ എത്തുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.